വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ജനശ്രദ്ധ. ഇന്ന് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടൊരു വീഡിയോ ആട്ടോ. നമ്മുടെ കയ്യിലിരിക്കുന്ന ആധാർ കാർഡ് ഏതെങ്കിലും വിധത്തിൽ നഷ്ടമായി കഴിഞ്ഞാൽ ആധാറിന്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്നുകൊണ്ട് ഈ ആധാർ കാർഡ് നമുക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് അതിന്റെ പ്രിന്റ് എടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. വളരെ ഇൻഫോർമേറ്റീവായ വീഡിയോ ആണ്. ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആധാർ കാർഡിന്റെ നമ്പറും ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ നമ്പറും മാത്രം മതി നമുക്ക് ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് എങ്ങനെയാണെന്നാണ് നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ നിത്യജീവിതത്തിൽ നാം അറിയേണ്ടതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുമായ ടെക്നോളജി സംബന്ധമായ അറിവുകൾ, സ്മാർട്ട് ഫോൺ വിശേഷങ്ങൾ, ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ എല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ ജനശ്രദ്ധ എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. വീഡിയോ ഉപകാരപ്രദമാകും. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇവിടെ നമ്മൾ ആധാറിൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുകയാണ്. ഇതിനു വേണ്ടി ആധാർ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ഡൗൺലോഡ് ലിങ്ക് ഞാൻ വീഡിയോ എടുത്തായി ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. ഒഫീഷ്യൽ ആപ്ലിക്കേഷനാണ്. തുടർന്ന് വരുന്ന പെർമിഷൻ എല്ലാം നിങ്ങൾ അലോ ടിക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. അലോ ടിക്ക് ചെയ്ത് പോകുമ്പോൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. നെറ്റ്വർക്ക് പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. തുടർന്ന് റൈറ്റ് സൈഡിലേക്കെല്ലാം നമ്മൾ സ്കിപ്പ് ചെയ്ത് മാറുക. നിങ്ങളിതുപോലെ ഗെറ്റ് സ്റ്റാർട്ടർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ വരുന്ന ഐ കൺസെൻറ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഇഷ്ടമുള്ള ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ മലയാളം ഉൾപ്പെടെ ഞാൻ കാണുന്നുണ്ട്. ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത് ഇംഗ്ലീഷ് ആട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. തുടർന്ന് കണ്ടിന്യൂ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ എൻ്റർ മൊബൈൽ നമ്പർ, നമ്മൾ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് നെക്സ്റ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആ ഒരു നമ്പറിലേക്ക് ഒരു OTP പോയിട്ടുണ്ട്, 1 ടൈം പാസ്വേഡ്. അത് നിങ്ങൾ അതുപോലെ തന്നെ എടുത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അവിടെ. തുടർന്ന് സബ്മിറ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് നോക്കാം എന്താ സംഭവിക്കാൻ പോണേന്ന്. ഇവിടെ എങ്ങനെ ഒരു പേജിലേക്കാണ് പോകുന്നത്. ഇവിടെ രജിസ്റ്റർ മൈ ആധാർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്കൊരു പാസ്വേഡ് സെറ്റ് ചെയ്യണം. നിങ്ങൾ ഓർത്തിരിക്കാൻ സാധ്യതയുള്ള 4 അക്ക നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക പാസ്വേഡായിട്ട്. തുടർന്ന് ഒന്നുകൂടി കൺഫേം ചെയ്യാൻ വേണ്ടി ഒന്നുകൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഇതുപോലൊരു പേജിലേക്കാണ് വീണ്ടും പോകുന്നത്. ഇവിടെ എൻ്റർ ആധാർ നമ്പർ, നിങ്ങളുടെ ആധാറിൻ്റെ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക കൃത്യമായിട്ട്. പിന്നെ ഒരു ക്യാപ്ച കോഡ് കൊടുത്തിട്ടുണ്ട് തൊട്ട് താഴെയായിട്ട്. അത് നിങ്ങൾ എൻ്റർ സെക്യൂരിറ്റി ക്യാപ്ച എന്നുള്ള ഭാഗത്ത്, ആ മുകൾ ഭാഗത്ത് കൊടുത്തിരിക്കുന്ന ക്യാപ്ച കോഡ് അതുപോലെ തന്നെ താഴെയും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം റിക്വസ്റ്റ് OTP എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP പോകുന്നതാണ്. ആ OTP അതുപോലെ തന്നെ എടുത്ത് ടൈപ്പ് ചെയ്ത് വെരിഫൈ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ആധാറിൻ്റെ സുരക്ഷയുടെ ഭാഗമായിട്ടൊന്ന് ഹൈഡ് ചെയ്യുകയാണ് ഇതിൻ്റെ നമ്പറും മറ്റു കാര്യങ്ങളെല്ലാം. തുടർന്ന് നമുക്ക് ഇതുപോലൊരു പേജ് കിട്ടും. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ സർവീസ് എന്ന പറയുന്ന ഭാഗം കാണും. ഈ സർവീസ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡൗൺലോഡ് ആധാർ എന്ന് കാണാൻ സാധിക്കും മുകളിൽ. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ റെഗുലർ ആധാർ, മാസ്ക്ഡ് ആധാർ എന്ന് കാണും. ഇതിൽ റെഗുലർ ആധാർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വിർച്വൽ ID നമ്പർ, എൻറോൾമെൻറ്റ് ID നമ്പർ, ആധാർ നമ്പർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. കുറച്ചുകൂടി ബെറ്റർ എനിക്ക് തോന്നുന്നു ആധാർ നമ്പർ തന്നെയാക്കി എളുപ്പമെന്ന്. ഞാനിവിടെ ആധാർ നമ്പർ സെലക്ട് ചെയ്യുകയാണ്. ആധാർ നമ്പർ സെലക്ട് ചെയ്ത ശേഷം നിങ്ങളുടെ ആധാർ കാർഡിലെ നമ്പർ, നിങ്ങളുടെ ആധാറിൻ്റെ നമ്പർ തെറ്റാതെ കൃത്യമായി എൻ്റർ ചെയ്യുക. താഴെ നമ്മൾ ആദ്യം ചെയ്ത മാതിരി ക്യാപ്ച കോഡ് വീണ്ടും വന്നിട്ടുണ്ട്. അത് അതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് റിക്വസ്റ്റ് OTP എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിലേക്ക് വീണ്ടും ഒരു OTP പോകുന്നുണ്ട്. ആ OTP കൃത്യമായിട്ടെടുത്ത് ടൈപ്പ് ചെയ്ത് വെരിഫൈ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന സ്ക്രീനിൽ ഇതുപോലെ വന്നിട്ടുണ്ടാവും. നമ്മുടെ ആധാർ ഒരു PDF ഫയലായിട്ടാണ് നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ആവുന്നത്. മാത്രമല്ല ഇതിനൊരു പാസ്വേഡ് സെറ്റ് ചെയ്യണം. അതിനുവേണ്ടി നിങ്ങളുടെ പേരിൻ്റെ ആദ്യത്തെ 4 അക്ഷരം ക്യാപിറ്റൽ ലെറ്ററും പിന്നെ നിങ്ങൾ ജനിച്ച ഡേറ്റ് ഓഫ് ബർത്ത്, ജനനവർഷം ഒരു പാസ്വേഡ് നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇതുപോലെ എൻ്റെ പേര് അജ്മൽ ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കുന്നു. അതിനോടൊപ്പം തന്നെ എൻ്റെ ജനിച്ച വർഷവും. ഈ ഒരു പാസ്വേഡ് നമ്മൾ ഇത് സെറ്റ് ചെയ്ത് കൊടുത്ത് ഓപ്പൺ ചെയ്യും. നമ്മുടെ ആധാർ കാർഡ് ഇവിടെ വന്നു കഴിഞ്ഞു. ഇനി നമുക്കിത് ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി മുകൾ ഭാഗത്ത് കാണുന്ന 3 ഡോട്ട് ലൈൻ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലേക്ക് ഇത് ഡൗൺലോഡ് ആവുന്നതാണ്. ഇതെവിടെയാണ് കിടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ ഫോണിൻ്റെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുക.
ഫയൽ മാനേജർ ഓപ്പൺ ചെയ്തിട്ട് ഡൗൺലോഡ് എന്ന് പറയുന്ന ഫാം സെലക്ട് ചെയ്ത് നമ്മൾ ആദ്യമേ കിടക്കുന്നുണ്ട്. കണ്ടില്ലേ, ഈ കിടക്കുന്നു. അപ്പോൾ നമ്മുടെ ആധാർ കാർഡ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് കൊടുത്ത ആ ഒരു പാസ്വേഡ്, നമ്മുടെ പേരിൻ്റെ ആദ്യത്തെ 4 അക്ഷരം ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. പിന്നെ നമ്മൾ ജനിച്ച വർഷം 1988 കൊടുത്ത് ചെയ്യുമ്പോഴൊക്കെ കണ്ടില്ലേ, നമ്മുടെ ആധാർ കാർഡ് ഇതുപോലെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഫോണിലേക്ക് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ കോപ്പി ചെയ്ത് കമ്പ്യൂട്ടറിലേക്ക് അയക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പ്രിൻ്റ് എടുക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ലൈക്കുകളും കമൻറ്റുകളും ഷെയറുകളും എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പിന്നെ അതിനോടൊപ്പം തന്നെ ആധാർ കാർഡിൽ കൊടുത്തിരിക്കുന്ന തെറ്റുകൾ എങ്ങനെ തിരുത്താം എന്നുള്ളതിനെക്കുറിച്ച് പണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് കൂടി ഈ വീഡിയോയിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഉപകാരപ്രദമാവട്ടെ എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു.